ഇന്ന് നമ്മൾ രാവിലെ പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിരട്ടപ്പുട്ടും മുട്ടക്കറിയാണ്. അപ്പം നിൻ്റെ കാക്കയാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം റെസിപ്പിയൊക്കെ കാണിച്ചു തരാം. വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ തൊലിക്കുകയാണ് കേട്ടോ. പച്ചമുളകും തക്കാളിയൊക്കെ വേണം. കാക്ക പിന്നെ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ സംഭവം അരിയാനൊക്കെ നിൽക്കുക, സാധനങ്ങൾ എടുക്കുക. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചേക്കണം. അത് ചൂടായി വരുമ്പോഴത്തേന് മാഷാഅല്ലാഹ് മൂപ്പര് പെട്ടെന്ന് ചെയ്യും കേട്ടോ. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ് കേട്ടോ കാക്ക ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണ ഒഴിച്ച് അതിക്ക് വലിയുള്ളി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്, പച്ചമുളകൊക്കെ. ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. കാക്ക പിന്നെ എന്ത് കുക്ക് ചെയ്താലും നല്ല ടേസ്റ്റാട്ടോ. കാക്കക്ക് നല്ല കൈപ്പുണ്യം കൂടെ ഉണ്ട് മാഷാഅല്ലാഹ്. ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. കാക്ക പിന്നെ പച്ചവെള്ളം തന്നെ ഉണ്ടോ കറിയിലൊക്കെ ഒഴിക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മൂടി വെച്ച് കൊടുക്കണ്ടോ? കാൻ്റെ ഓരോ റെസിപ്പി കാണിച്ചു കൊടുക്കാം. എനിക്ക് പണി ഒഴിവായി കിട്ടും. കേൾക്കാം, ഒന്നും ഉണ്ടില്ല. അപ്പോൾ 3-4 ഉള്ളി കാക്ക തൊളിച്ചേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. ജീരകം തന്നെയല്ലേ അത്? പിന്നെന്താ അത് ചെറുതാണെന്നുണ്ടെങ്കിൽ അതേപോലത്തെ കുപ്പി തന്നെയല്ലേ പെരുംജീരകം? ചെറുതിടുന്നുണ്ടോ? അപ്പോൾ വലിയ ജീരകം വേണ്ട, പെരുംജീരകം ഇതാക്കുന്ന ആ പുളിയുടെ അപ്പുറത്ത്. 2 മണി ഇതൊക്കെ ഇറച്ചിക്കിടാൻ കൂടുതലിടാൻ പാടും. മറ്റേയൊന്നും അങ്ങനെ അധികം മസാല പിടിക്കാത്ത സാധനങ്ങളാണ്. ഇവിടെ ഇതില് വെജിറ്റബിളിന്റെ ഇതില്ലേ? ഇതല്ലേ വെജിറ്റബിൾ അല്ല, എഗ്ഗിന്റെ. കൊടുക്കണോ? അത് വാങ്ങി വെച്ചതല്ലേ, നശിപ്പിച്ച് കളയണ്ടല്ലോ. കാരണം മിക്കവാറും പെണ്ണുങ്ങൾ വാങ്ങാനല്ലേ മിടിക്കുള്ളൂ. കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം വാങ്ങാൻ മിടിക്കളാ, അത് ഉപയോഗിക്കൂലല്ലോ. അപ്പം അത് വെറുതെ ആവശ്യത്തിന് ഇത്. പിന്നെ ഇത് കണ്ടുണ്ടാക്കണ പോലെ പറ്റിക്കും ചെയ്യാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാക്കുക, ഓരോക്കൊന്ന് പഠിയട്ടെ. എന്നിട്ട് കൊളായി എന്നിട്ട് നമ്മളെ കൂട്ടുകാർക്ക് നല്ലൊരു റെസിപ്പി പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യേണ്ടത്? നല്ലൊരു റെസിപ്പി പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യേണ്ടത്? നല്ല കറി ഉണ്ടാക്കി എൻ്റെ പേര് പോകൂലേ? ഓ ശരിയാണല്ലേ. നിങ്ങളല്ലേ ഇങ്ങനൊരു കാര്യം ചെയ്യാം. നമുക്കിതിങ്ങനെ ഇതിപ്പോൾ എല്ലാം വെന്തു കുറച്ച്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുക? അല്ലാതെ ആദ്യം തന്നെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചിരകുമ്പോൾ പുറത്തൊക്കെ നിൽക്കും. മനസ്സിലായോ? തേങ്ങ എങ്ങനെ ചിരകണം? അതൊക്കെ അറിയാം. തേങ്ങ മുറി കണ്ടറിയില്ലേ? ഇങ്ങനെ ചിരകണം. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആവശ്യത്തിന്. അപ്പോൾ കയ്യുമ്പോൾ തട്ടും. ഇത് ചുപ്പിട്ട് അറിയില്ല, ഞാനും വലിയ ആളാണ് പോലെ. ഇതൊക്കെ ഞാൻ ഇട്ടോ. അപ്പം തേങ്ങ കുറച്ചൊന്നും ഇട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് 2 ആൾക്കുള്ള കറിയല്ലേ. ചെറുള്ളി ഒരു 3-4 ഇതൊന്നായിട്ട് അങ്ങോട്ട് അരക്കന്നെ. അത്ര തന്നെ ലേക്കാ. തേങ്ങ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത്ര സിമ്പിളായിരുന്നു ഈ കറി ഉണ്ടാക്കാൻ. കറിയിലായിരുന്നു കേട്ടോ. വെള്ളം കൂടി ഒഴിക്കാം. എന്തിന്? ആവശ്യത്തിന് വെള്ളം വേണ്ടേ? നമുക്ക് കുറച്ച് കറി മതി കേട്ടോ, കൂടുതൽ കറി വേണ്ടേ? അല്ല കഥക്ക് നമ്മൾ എന്താ കൂടുതൽ കറി ആവണം. എല്ലാവരും കുക്ക് ചെയ്യുമ്പോൾ ആവശ്യത്തിന് കറി ഉണ്ടാക്കാൻ തന്നെയാണ് ഇത് ഇവർ എല്ലാവരും കുക്ക് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലുണ്ടാവുക. പിന്നെ വെള്ളമൊക്കെ കൂടിയാണ് കൂടുകയാണ്. അങ്ങനെയാണ് മിക്ക പെണ്ണുങ്ങൾ. അവർക്ക് സംശയമാണ്, പെണ്ണുങ്ങൾക്ക് എപ്പോഴും സംശയമാണ്. 2 ഗ്ലാസ് ചായ വെച്ച് കഴിഞ്ഞാൽ ഇത് തേകയോ ഇങ്ങോട്ട് കുറച്ച് ഒഴിച്ചത് അത് ചായ തിളച്ച് വരുമ്പോൾ 4 ഗ്ലാസ് ഉണ്ടാവും. എന്നിട്ട് അത് എടുത്ത് നശിപ്പിക്കുക. ഈ ചോദിച്ചോ, എവിടെ ആണുങ്ങൾ ചായ വെച്ചോ 2 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് ആയിരിക്കും.
പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഇനി സംശയമാണ്. ആണുങ്ങളങ്ങോട്ട് കുക്ക് ചെയ്യാൻ ഇറങ്ങിയാലോ? പെണ്ണുങ്ങൾക്ക് സംശയരോഗത്തിൻ്റെ ഒരു ഇത് ജന്മനാ അവർക്ക് ജനിതക കോഡുകളിൽ പടച്ച തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? സംശയത്തിൻ്റെ ചെറിയൊരു വിത്ത്. അതാണ് സ്ത്രീ. സ്ത്രീകളൊക്കെ ഒരുമിച്ച് നിങ്ങളെ പണ്ടാറങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റിയ മനുഷ്യന് അതേറ്റ പറ്റൂ. അതാ പറഞ്ഞത്. ഈ കണ്ടുകൊണ്ട ഈ എന്ത് താലി കെട്ടുമ്പോഴൊക്കെ അതിൻ്റെ മഹർമാലയൊക്കെ ഇടുമ്പോഴേ പെണ്ണുങ്ങൾ തല താഴ്ത്തി തരും. എന്താ? അവരുടെ ജീവിതത്തിൽ അവസാനത്തെ തല താഴ്ത്തലാണത്. പിന്നീട് ഭർത്താവാണ് തല താഴ്ത്തേണ്ടത്. അവിടുന്ന് അങ്ങോട്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പം അതാ കാക്ക ഒന്ന് ഇങ്ങോട്ട് പിടിച്ചായിരുന്നു. ഗ്യാസ് ഇവിടെ കത്തുകയാണ് മോനെ. അതാ ആരാ വിളിച്ച് നോക്കിയേ കട്ടെ. ഇതാ പൊട്ടി വരുമ്പോൾ വേപ്പില വെച്ച് കൊടുത്തു. ഇനി കുറച്ച് തക്കാളി, പിന്നെ ഇത് ഗാർണിഷാണ്. ഇത് ഇതിൻ്റെ ടേസ്റ്റ് അല്ല. ആണോ? മനസ്സിലായോ? ആ, മുഖത്തേക്ക് തെറിച്ചുണ്ട് മനുഷ്യൻ. മുഖത്തേക്ക് തെറിക്കാനും മുഖം അവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അതതിൻ്റെ ഭാഗത്തല്ലേ, ചട്ടീൻ്റെ ഭാഗത്തൊക്കെ. അത് എൻ്റെ മുഖത്തേക്ക് അത്. അപ്പം നമ്മൾ ഈ അരച്ച് വെച്ച സാധനം ഇതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഇത് നമ്മൾ ടേസ്റ്റ് നോക്കും. ടേസ്റ്റ് നോക്കിയിട്ട് കൊളായിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കാം. അല്ലെങ്കിലോ അതിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് വിടാം. അവരിതിൻ്റെ ടേസ്റ്റ് അറിയണില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇജ്ജ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് ഇജ്ജ് പറഞ്ഞാൽ മതി ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. മനസ്സിലായോ? അതല്ല, എന്താ നിങ്ങളല്ലേ മല്ലിച്ചപ്പ് വേണമെന്ന് പറഞ്ഞീന്? മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഉണ്ടെങ്കിൽ എപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇടാനൊരു ടൈമൊന്നുമില്ല. ഞാൻ പുതിന കുഴിച്ചിട്ടിട്ട് അങ്ങനെ മുളച്ച് വന്നിപ്പോ. ഇനിയിപ്പോൾ നമ്മളിതിൽ ഉപ്പ് ഇട്ടുണ്ടോ നോക്കി നോക്ക്. ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കും. ഉണ്ടോ? ഉപ്പ് സ്ഥിരല്ല. ഇല്ലേ? കറക്റ്റിന് ആളാണല്ലോ. അതാലോചിക്കണം. അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഇത് നമ്മൾ ഉപ്പ് ഇട്ട് ടേസ്റ്റ് നോക്കണമല്ലോ. ഇത് നമ്മൾ അരക്കണതല്ലേ. ആ ശരി. മസാലയിൽ ഉപ്പിട്ടിക്കണല്ലോ. ആ ശരിയാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും. അതുകൊണ്ടല്ലോ ഞാനൊരു ഇൻ്റർനാഷണൽ കുക്കായിട്ട് എനിക്ക് 1.5 ലക്ഷം റുപ്യ ശമ്പളം തന്നിരുന്നൊരു കമ്പനി. ശരി. പക്ഷേ ഇത്തരം നാടൻ ഫുഡുകളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഓഫാക്കുകയാണ്. എന്ത്? തീ ഓഫാക്കുകയാണ്. തീ ഓഫാക്കുക. ഓഫാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും? ഇപ്പോൾ ഇത് എത്ര മുട്ടയെ പുഴുങ്ങിയത്? ഞാൻ 3 പുഴുങ്ങി. കേടുവരാതെ ഒരു മുട്ട കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ മുട്ട ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ട് പീസാക്കിയതിന് ശേഷം ഇതിലിങ്ങനെ ഇടും. ഇത് പീസാക്കാതെ ഇടാം കേട്ടോ. കാരണം മുട്ട ചീത്ത പറയുന്നില്ല പീസാക്കി വെച്ചിട്ട്. ആന്നില്ല. അല്ല, ഈ മുട്ടക്കറിക്ക് നമ്മൾ എന്തുണ്ടാക്കും കാക്ക ഇതിൻ്റെ കൂടെ കഴിക്കാൻ? അത് എൻ്റെ ഉത്തരവാദിത്തം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മുട്ട. അപ്പം ഇത് അതാ ഒരു തോട് വീണ് അതിനടുത്തു ഇല്ലതാ വീണ് കിടക്കണതില്. എവിടെ? അത് തോടല്ല. ആണല്ലോ. ഏത്? ഇതാ അല്ല അല്ലടി. അല്ലേ? ആ സോറി. ഇതിപ്പോ എന്തിനാ മുട്ട തിന്നാൻ പൊട്ടിക്കണ്ട. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. പിന്നെ ഞാനീ പറയണൊന്ന് ഷൂട്ട് ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോ തെറിയ വിഷയമാവും. എന്താ? എന്ത് കൂതറ മാപ്പിളടി എൻ്റെ മാപ്പിള അറിയും. അപ്പൊ ഏതൊരു പെണ്ണിന് എത്ര ഭർത്താവിനോട് വഴക്കൂടുന്ന ഒരു പെണ്ണാണെങ്കിലും ഉണ്ടല്ലോ, ഭർത്താവിനെ വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അത് മാനസികമായിട്ട് തകരും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇടണ്ട. പ്രശ്നമാണല്ലേ? ഓക്കെ. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് സത്യസന്ധമായിട്ട് പറയണം. ഞാൻ ഇത് നന്നായി എന്ന് പറഞ്ഞ എൻ്റെ കാക്കൻ്റെ തലി കയറി വെച്ചിട്ട് പറയാതിരിക്കരുത്. കാരണം ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. കഴിച്ചു.
സൂപ്പറാക്കാം. അത് പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇപ്പം ഞാൻ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. കൈപ്പുണ്യം. ഓക്കെ. അപ്പം ഇനി ഡെയിലി കാക്ക പോവാണോ? ഇതൊക്കെ എന്താ കടിയെന്നും കൂടി പറഞ്ഞിട്ട് പോയി കാക്ക. പൊറോട്ട വേണമെങ്കിൽ വാങ്ങിക്കാം. പൊറോട്ട വേണമെന്നൊന്നുമില്ല ഇപ്പോൾ. ഗേസ് കറി റെഡി.